എറണാകുളത്തെ ഏറ്റവും നല്ല സ്ക്രീനുകളിലൊന്നാണ് ഫോറം മാളിലുള്ള PVR Audi 4. Audi 4 ആക്ച്വലി ഒരു PXL സ്ക്രീനാണ്. PXL ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ്. 4K ലേസർ പ്രൊജക്ഷൻ വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് ഇത് സ്പെസിഫിക്കേഷൻ വരുന്നത്. പിന്നെ പ്രീമിയം ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീൻ ഓഫർ ചെയ്യുന്നുണ്ട്. ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള കാന്ത കാണാനായി ഞാൻ തിരഞ്ഞെടുത്തത് PVR PXL സ്ക്രീനാണ്. PXL ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ക്രീനുകളെ അപേക്ഷിച്ച് ടിക്കറ്റ് റേറ്റ് ഇവിടെ കൂടുതലായിരിക്കും. പിന്നെ PVR പാസ്പോർട്ട് പോലുള്ള നമുക്ക് വീക്ക് ഡേയ്സിൽ ഡിസ്കൗണ്ട്സ് കിട്ടുന്ന ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ PVR PXL ഉപയോഗിക്കാൻ പറ്റുന്ന കോമ്പസ് നൗ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചും അതിൻ്റെ വൗച്ചേഴ്സിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതാണ് PXLൻ്റെ ഇൻട്രോ വീഡിയോ. PVR PXL സ്ക്രീൻ ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ സിനിമയായിട്ടുള്ള കാന്ത അതൊരു സ്കോപ്പ് റേഷ്യോ ഫിലിമാണ്. അതുകൊണ്ട് ഈ PXL സ്ക്രീനിൽ നമ്മൾ കാന്ത കാണുമ്പോൾ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. കാന്ത എന്നുള്ള സിനിമ കാണാനായിട്ട് ഫ്ലാറ്റ് സ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 4K ലേസർ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആ ഒരു കോമ്പിനേഷനിൽ കാന്ത കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ PVR PXL ടിക്കറ്റ് എടുത്തത്. കാന്ത ഒരു പീരിയഡ് ഡ്രാമ മിസ്റ്ററി ത്രില്ലറാണ്. ഇത് തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറുള്ള ത്യാഗരാജ ഭാഗവതറിൻ്റെ ആത്മകഥ, ആ രീതിയിലൊക്കെ കുറേ സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ത്യാഗരാജ ഭാഗവതറിൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറിൻ്റെ ലൈഫിലും നടക്കുന്നു എന്നല്ലാതെ ത്യാഗരാജ ഭാഗവതറിൻ്റെ ഒരു ആത്മകഥ ആ രീതിയിൽ പോകുന്ന ഒരു സിനിമയൊന്നും അല്ല കാന്ത. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഗുരു ശിഷ്യ, അവരുടെ ഒരു ആത്മബന്ധം, അവരുടെ ഇടയിൽ നടക്കുന്ന ഈഗോ, ആ ഈഗോയുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു നായിക, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് 3 പേരാണ് വരുന്നത്. അതിൽ ഗുരുവായിട്ട് അഭിനയിക്കുന്നത് സമുദ്രഖനിയാണ്. സമുദ്രഖനിയാണ് സിനിമയിലൊരു ഡയറക്ടറാണ്. അപ്പോൾ ആദ്യമായിട്ട് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ഇദ്ദേഹമാണ്. പിന്നീട് ഈ ദുൽഖറിൻ്റെ ക്യാരക്ടർ ഒരു വലിയ ഹീറോയ്ക്ക് ആവും. ഹീറോയ്ക്ക് ശേഷം അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഒരു സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നു. അതിനിടയിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരുടെ തമ്മിലുള്ള ഒരു ഈഗോ കോൺഫ്ലിക്റ്റ്. ആ ഈഗോ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു നായിക, ഇതിലൂടെയാണ് കഥ പോകുന്നത്. അപ്പം 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഈ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഇതിൽ ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ്, അതായത് ഇതിനു മുമ്പ് കുറേ ഈസി ആയിട്ടുള്ള ഒരു സേഫ് സോണിലുള്ള റോളുകൾ മാത്രം ചെയ്തു പോകുന്ന ഒരു നടൻ എന്ന രീതിയിലൊക്കെ ദുൽഖറിൻ്റെ ഒരു പെർഫോമൻസിന് വിമർശനങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദുൽഖർ അത് മാറ്റി പറയും. ഇതിനകത്ത് വരുന്ന സീക്വൻസ് എല്ലാം സിംഗിൾ ഷോട്ടുകളിലാണ്. അതായത് ഒരു വളരെ ടഫായിട്ടുള്ള, അത് പഴയ ആക്ടേഴ്സിൻ്റെ ഒരു മീറ്റർ പിടിച്ച് ചെയ്യുക എന്നുള്ളത്, നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഭയങ്കര ടഫാണ് ആക്ച്വലി. അതെല്ലാം ഇതിനകത്ത് സിംഗിൾ ഷോട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു ആക്ടിങ് എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഡയറക്ടർ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് 4 സ്റ്റെപ്പ് മാർക്ക് ചെയ്തിട്ട് അത് അഭിനയിച്ച് കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. അതാണ് ടീസർ കട്ടിലൊക്കെ വന്നിരിക്കുന്നത്. ആ പെർഫോമൻസ് ഒക്കെ സിംഗിൾ ഷോട്ടിൽ ദുൽഖർ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. അതായത് ഒരു മഹാനടൻ്റെ നടനാണ് ഇദ്ദേഹവും, ഒരു കിഡിലൻ പെർഫോമറാണ്. കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ പെർഫോമൻസാണ് ഈ പടത്തിൽ ദുൽഖർ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഒരു ക്ലാപ്പ് വർത്തി പെർഫോമൻസ് 1 2 ഒന്നുമല്ല, ചുമ്മാ ഒരു സീൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചു, അങ്ങനെ എങ്ങനെയൊക്കെ അഭിനയിച്ചു, അങ്ങനെ പോകുന്നതല്ല. ഈ സിനിമ എൻറ്റയർലി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ പെർഫോമൻസ്, ഈ കാന്ത എന്നുള്ള സിനിമയിലെ ദുൽഖറിൻ്റെ പെർഫോമൻസ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെയാണ് ഭാഗ്യശ്രീ ബോൾസ്. ഭാഗ്യശ്രീ ബോൾസിൻ്റെ 3ാമത്തെ സിനിമ എന്ന് തോന്നുന്നു, രവി തേജയുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കിങ്ഡത്തിൽ തന്നെ കാര്യമായിട്ടൊന്നുമില്ല. ആദ്യത്തെ 2 പടങ്ങളിലും പുള്ളിക്കാരത്തേക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ സിനിമയിൽ ദുൽഖർ എങ്ങനെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നു, അതിന് ഈക്വലായിട്ട് തന്നെ ഈ മത്സരിച്ചുള്ള അഭിനയം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് രണ്ടുപേരും തമ്മിലാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ പഴയ നമ്മളെ MGR ശിവാജി പടങ്ങളുടെയൊക്കെ ആ ഒരു ടെംപ്ലേറ്റിലാണ് അഭിനയിക്കേണ്ടത്. ആ ഒരു പോർഷൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം 1 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി ചിലപ്പോൾ ഒരു കൂവൽ കിട്ടാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ഇത് ദുൽഖറും ഭാഗ്യശ്രീ ആണെന്നുണ്ടെങ്കിലും നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ള ആൾ സമുദ്രഖനിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഗംഭീര നടനാന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 പേരും തമ്മിലുള്ള അതിനിടയിൽ ഒരു ഈഗോ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ സംഭവങ്ങളെല്ലാം ഈ അഭിനയിച്ച് അവർ ഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സിനിമയ്ക്ക് അകത്തും സിനിമയ്ക്ക് പുറത്തും നടക്കുന്നത് അങ്ങനെ 2 സീക്വൻസ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതിനകത്ത് ഈ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ രീതിയിലാണ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവർ ഷൂട്ട് ചെയ്യുന്ന ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഇവർ 3 പേരുടെയും പെർഫോമൻസ്, ഈ പെർഫോമൻസിൻ്റെ ഭയങ്കര സ്ട്രോങ് പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നല്ലപോലെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് മാത്രമല്ല, ഈ സിനിമയുടെ മൊത്തത്തിൽ ടെക്നിക്കലി ഈ പടം സൗണ്ട്, അതായത്
ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ ഗംഭീരമായിട്ടുള്ളതാണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിന് നിസ്സാരക്കാരനൊന്നുമല്ല, സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെയ്ക്സ് ബിജോയാണ്. നമ്മുടെ ടീസർ ട്രെയിലറൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്ത് കിഡിലം വർക്കാണ് ജെയ്ക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിനകത്ത് വരുന്നത് സിനിമാറ്റോഗ്രാഫി. ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് മഹാനടി ദുൽഖറൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ റാണ രഘുപതിയുടെ വിരാതപർവം സായി പല്ലവി നായികയായിട്ട് വരുന്നത്, ആ പടമൊക്കെ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ വീണ്ടും പടം റാണ രഘുപതിയുടെ പ്രൊഡക്ഷൻ കൂടിയാണ് ഈ പടം. അപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് കിഡിലമാണ്. ഈ സിനിമാറ്റോഗ്രാഫി എടുത്തു പറഞ്ഞേ പറ്റൂ. കാരണം ആ ഒരു പീരിയഡ് കാലഘട്ടം ആ ഒരു ഇതിനകത്ത് വരുന്നത് കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് പഴയ കാലഘട്ടത്തിലുള്ള എല്ലാ സംഭവങ്ങളും, കൂടുതലും ഒരു സെറ്റ് പിന്നെ ഒരു വീട് അങ്ങനെയൊക്കെയാണ്. വളരെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ ഉള്ളൂ, പക്ഷേ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് എല്ലാം കിഡിലാണ്. പിന്നെ ഈ പെർഫോമൻസിൽ ഓരോ കട്ടുകൾ വരുന്നില്ല. എവ്ലിൻ ആന്റണി ഗോൺസാൽവസ് പുള്ളി ഒരു വെറ്ററനാണ്. പുള്ളിയുടെ എഡിറ്റിംഗ് വർക്കുകളുടെ സിനിമകളെ കുറിച്ച് നോക്കിയാൽ തന്നെ നമ്മൾ വാവ് ഒരു ഫീലാണ്. പുള്ളിയുടെ വർക്ക്, എഡിറ്റിംഗ് സംഭവങ്ങൾ, അതായത് ഇതിനകത്ത് ടെക്നിക്കലി ഈ പടം ഒന്നും പറയാനില്ല, അത്ര ഗംഭീരമായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ, ജാനു ചന്ദറാണ് ഈ സിനിമയുടെ മ്യൂസിക്. അതിൽ ദുൽഖർ തുടക്കത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു. അതുകൂടാതെ ഈ രണ്ട് ലീഡ് ആക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി കാണിക്കുന്ന ഒരു പാട്ടും കൂടി ഉണ്ട്, അത് ട്രെയിലറിലും ഉണ്ട് ആ പാട്ട്. അതും ഗംഭീര പാട്ടായിരുന്നു. അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഗംഭീര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കാന്ത. ഇനി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് തമിഴ് പ്രഭയും ഈ സെൽവമണി സെൽവരാജ് ഇവർ രണ്ടുപേരും ചേർത്തിട്ടാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ തമിഴ് പ്രഭ ഇതിന് മുമ്പ് എഴുതിയിരിക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പാറ്റേൺ ഉണ്ട് അതിനകത്ത് വരുന്നത്. കാന്തയ്ക്ക് മുമ്പ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന പടം സ്വർഗവാസൽ, തങ്കലാൻ, പിന്നെ സർപ്പാട്ടെ പരമ്പര, പിന്നെ ബ്ലൂ സ്റ്റാർ, ഈ പടങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ചില പടങ്ങളുണ്ട്, അതായത് തങ്കലാൻ അല്ലെങ്കിൽ സ്വർഗവാസൽ, ഈ പടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്തോ കാര്യമായിട്ടൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലുള്ള പടങ്ങളാണ് ഈ സ്വർഗവാസലാണെങ്കിലും തങ്കലാനാണെങ്കിലും. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും കയ്യിൽ നിന്ന് പോകും. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതൊരു മർഡർ മിസ്റ്ററിയാണ്. ഈ മർഡർ മിസ്റ്ററി നമുക്ക് ഹൂ ഡൺ ഇറ്റ്, വൈ ഡൺ ഇറ്റ്, ഹൗ ഡൺ ഇറ്റ്, ആ രീതിയിലാണ്. അപ്പോൾ ഇതിനകത്തുള്ള ചോദ്യങ്ങളിൽ നമുക്ക് വൈ ഡൺ ഇറ്റ് എന്നുള്ളതിന് മാത്രമാണ് നമുക്ക് ഉത്തരം നേടേണ്ടതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതാണ്. അപ്പോഴാണ് റാണ രഘുപതിയുടെ ക്യാരക്ടർ വരുന്നത്. ഈ ക്യാരക്ടർ ആക്ച്വലി ഒരു രസമാണ്, കുറച്ച് അറഗൻ്റ് ആയിട്ടുള്ള, ആര് വന്നാലും എനിക്കൊരു ആരെയും കൂസാത്ത ഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് അത്ര കൺവിൻസിങ് അല്ല. പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ മൊത്തത്തിലുള്ള സ്റ്റേജിങ്, അന്വേഷണം, ഒന്നാമത്തെ കാര്യം ഈ അന്വേഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സീക്വൻസോ കാര്യങ്ങളോ ഒന്നും ഈ സെക്കൻഡ് ഹാഫ് ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗ്, ഒരു പ്രശ്നം മൊത്തത്തിൽ ഈ സെക്കൻഡ് ഹാഫിലുണ്ട്. അതുകൂടാതെ ഈ സിനിമയിൽ നടന്നിരിക്കുന്ന ആ ക്രൈം ഇതിൻ്റെ കൾപ്രിറ്റ് ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതുകൊണ്ട് തന്നെ ആ ക്രൈമിനോടോ അത് നടക്കുന്ന അന്വേഷണത്തിനോടോ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ കോൺഫ്ലിക്റ്റാണ് ക്ലൈമാക്സിൽ നടക്കുന്ന ഒരു വലിയ സീക്വൻസിനടക്കം എല്ലാം കണക്ട് ചെയ്ത് വരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് മെയിൻ കോൺഫ്ലിക്റ്റും ഇതിനകത്തോട് നടന്നിരിക്കുന്ന ക്ലൈമാക്സ്, ഈ സംഭവം എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് അതത്ര എഫക്റ്റീവ് ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ഈ സിനിമയിൽ വരുന്ന ക്യാരക്ടർ, ഇതിനകത്ത് ഭാഗ്യശ്രീ ബോയ്സ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനോട് പടം കാണുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ അടുപ്പം തോന്നണം, എന്നാലാണ് ആ സീക്വൻസ് വർക്ക് ആവുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു കണക്ഷൻ നൽകാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. അത് മേ ബി ഭാഗ്യശ്രീ നല്ല പെർഫോമൻസും മറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഡബ്ബിങ് വോയിസ് നമ്മൾ ഒരുപാട് നടിമാർക്ക് ഇതിനു മുമ്പ് കേട്ടുള്ള വോയിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മൊത്തത്തിലുണ്ട്. അതുകൂടാതെ തന്നെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടറിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒരു കുറവാണ്. ആ ഒരു ക്യാരക്ടറിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു പ്രേക്ഷകന് സക്സസ് ആവില്ല. അങ്ങനെ വരുമ്പോൾ ക്ലൈമാക്സ് നമുക്ക് അത്ര വർക്കാവാതെ പോകുന്നുണ്ട്. ഇതേ തീമിൽ വരുന്ന ഈഗോ, തെറ്റിദ്ധാരണ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നുമില്ല. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലവ് ട്രാക്ക് എൻറ്റയർലി നമുക്ക് അതൊരു അവിഹിതമല്ലേ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വില കുറച്ച് കാണാം. പക്ഷേ ഈ ഈഗോ, തെറ്റിദ്ധാരണ, അവിഹിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇതിനകത്തേക്ക് വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് സമുദ്രകനിയുടെയും ദുൽഖർ സൽമാൻ്റെയും ഇവരുടെ കോൺഫ്ലിക്റ്റിലേക്ക് ഊന്നിക്കൊണ്ട് പറയുന്ന ക്ലൈമാക്സ് ഉണ്ടല്ലോ, ആ ക്ലൈമാക്സ് വേണ്ട രീതിയിൽ എഫക്റ്റീവ് ആവുന്നില്ല. അതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള പ്രശ്നം. അതുകൂടാതെ ഇതിനകത്ത് ഭാഗ്യശ്രീ എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രി നല്ല പെർഫോമൻസ് ആണ്, കിഡിലൻ പ്രകടനം എല്ലാമാണ്. പക്ഷേ ആ ക്യാരക്ടറിനോട് ഒരു കണക്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ആ ക്യാരക്ടറിനോട് കണക്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഈ പടത്തിനോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് തോന്നുകയുള്ളൂ. അതെല്ലാം ഇവിടെ ഒരു ഡിസ്കണക്ഷൻ എന്നുള്ളൊരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ പിന്നെ ക്ലൈമാക്സ് ഇതെല്ലാം മൊത്തത്തിൽ ഒരു ലെറ്റ് ഡൗൺ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമുക്ക് പോസിറ്റീവ്സ് ആയിട്ട് കുറേ പറയാനുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ സിനിമ മൊത്തത്തിലുള്ള ഒരു ഡിസ്കണക്ഷനാണ്.
അപ്പോൾ കാന്ത എന്ന് പറയുന്ന ഈ സിനിമ ദുൽഖറിൻ്റെയും ഭാഗ്യശ്രീ ബോയ്സയുടെയും കരിയറിൽ ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആക്ടിങ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഹെവി ആക്ടിങ് പെർഫോമൻസ് ഉള്ള ഒരു പടമാണ്. പക്ഷേ ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാന്ത ഈസ് ആൻ ആവറേജ് വാച്ച്. കാരണം ഇതിൻ്റെ ഗംഭീര പെർഫോമൻസ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്കൊരു ആവറേജ് വാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ.